എൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണത്. നമുക്കിന്നൊരു മാങ്ങാക്കൂട്ട ഉണ്ടാക്കാം. എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് വേണേ. നമുക്ക് തൊലി കളഞ്ഞ മാങ്ങ തൊലി കളയാം. തൊലി കളഞ്ഞ മാങ്ങ കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. നന്നായി വേവിച്ചെടുക്കാം. നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം, കൂടെ കുറച്ച് ഉപ്പിടണം. ഇതെൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ്. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുറേ മാസങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കേടേ ഉണ്ടാവില്ല കേട്ടോ. നമ്മളിത് ആവശ്യമുള്ള സമയത്ത് എടുത്ത് വേവിക്കുക ചെയ്യാറ്. അതിലേക്ക് അരപ്പ് നമുക്ക് ഉണ്ടാക്കാം. കുറച്ച് തേങ്ങ, നല്ല ജീരകം കൂട്ടി അരച്ചെടുത്തിട്ട് വരാം. വെള്ളം ചേർത്ത് അരച്ചെടുത്ത് വരാം. നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാങ്ങ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരൊച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കണേ. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഒരച്ച് ശർക്കര ഇടണുള്ളൂ. നമുക്കിത് നന്നായി വേവിച്ചെടുക്കണം. ശർക്കര നന്നായി മാങ്ങയിലേക്ക് മധുരം പിടിച്ച് വരട്ടെ. നമുക്കിത് കുറച്ച് സമയം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ശർക്കര അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി വേണ്ടത് പുളിയില്ലാത്ത തൈര് വേണം. അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അത് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കണം. നമുക്ക് കുറച്ച് വെള്ളം ചേർത്തണം. ഇതൊന്ന് ജാറൊന്ന് കഴുകിയെടുക്കട്ടെ. കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമുക്കിത് നന്നായി ഇളക്കി കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ചിട്ട് ഒന്ന് 10 മിനിറ്റ് നേരം ഒന്ന് വെന്തോട്ടെ. ഉപ്പുണ്ടോ നോക്കട്ടെ. നമുക്ക് ഉപ്പുണ്ടോ നോക്കട്ടെ. നമുക്ക് ഇത് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. സ്റ്റൗവിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൽ വറവിട്ട് കൊടുക്കണം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കടുക് ഇടണം. ഞാൻ 2 ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട്. എനിക്ക് കടുക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ ഇട്ടത്. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഉലുവയും കൂടി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് 2 വറ്റൻമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അത് നന്നായി പൊട്ടി വന്നതിന് ശേഷം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി കൂട്ടി ഇളക്കി കൊടുക്കണേ. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് മക്കൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും കേട്ടോ. എന്താ പറയുക, നല്ല എരിവില്ലാത്തൊരു കറിയാണല്ലോ, മധുരം ഉണ്ടല്ലോ. അതുകൊണ്ട് ഉപ്പുണ്ടോ നോക്കട്ടെ.